ബാത്റൂമിൽ നമ്മൾ വാട്ടർ പ്രൂഫ് ഒന്നും അടിക്കാതെ തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ്. ആ ബിൽഡിംഗ് ഉള്ളിടത്തോളം കാലം നമുക്ക് ഗ്യാരണ്ടിയാണത്. പോരില്ലാട്ടോ, അന്യായി പിടുത്താ. വാളിന് നമുക്ക് 100% ഗ്യാരണ്ടിയാണ്. ഒലിച്ചിറങ്ങാത്ത, മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത. ഒരു കടലാസ് അട്ടപ്പെട്ടിയിലടക്കം അടിച്ചിട്ടുണ്ടെങ്കിലും അത് വെള്ളം കടലാസ് പിടിക്കില്ല. അത്ര ഗ്യാരണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും തേക്കുംകുടി ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചന്മാരെ, ഇപ്പോൾ നമ്മുടെ ചാനലിൽ ഗ്ലാസ് അപ്പോക്സിയും മാറ്റ് അപ്പോക്സിയും വീഡിയോസ് കൂടുതലായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഗ്ലാസ് അപ്പോക്സി ചെയ്യുമ്പോഴുള്ള മെയിനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് വാളിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. വാളിൽ അപ്ലൈ ചെയ്താൽ അത് ലിക്വിഡ് ഫോം ആയതുകൊണ്ട് ഒലിച്ച് താഴേക്ക് ഇറങ്ങി പോരും. അപ്പോൾ നമ്മൾ ബാത്റൂം വാളിൽ കൂടുതലായിട്ട് ചെയ്യാറുള്ളത് മാറ്റ് അപ്പോക്സിയാണ്. ബ്ലാക്ക് മാറ്റ് അപ്പോക്സി ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിനകത്ത് അഴുക്ക് പിടിക്കും. നമ്മൾ ബാത്റൂം ഏരിയയൊക്കെ നന്നായിട്ട് ഹൈജീനിക്കായിട്ട് കൊണ്ടുവരേണ്ട ഏരിയയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ ഗ്ലോസി ഫിനിഷിംഗ് ആണെങ്കിലാണ് നമുക്ക് അത് നീറ്റായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ടെക്നോസ്റ്റിക് എന്ന ബ്രാൻഡിൻ്റെ ഗ്ലാസ് ഫിനിഷിംഗ് കിട്ടുന്ന ടെക്നോസ്റ്റിക്കിൻ്റെ ജെൽ വാൾ അപ്പോക്സിയാണ്. അപ്പോൾ ടെക്നോസ്റ്റിക്കിൻ്റെ വാൾ ജെല്ലിനെ കുറിച്ച് പറഞ്ഞാനായിട്ട് അതിൻ്റെ ഓണർ പ്രൊമോട്ട് സാറുണ്ട്. അപ്പോൾ സാറിനോട് നമുക്ക് ചോദിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. സാറേ നമസ്കാരം. നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ സാറേ ഈ ഫീൽഡിലേക്ക് വന്നിട്ട്? ടെക്നോസ്റ്റിക് തുടങ്ങിയത് 2000 സൗദി അറേബ്യയിൽ ജുബൈൽ എന്ന സ്ഥലത്താണ്. 2014 ഞാനിവിടെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ കടവല്ലൂർ പറഞ്ഞ സ്ഥലത്ത് ഫാക്ടറി തുടങ്ങിയത്. ടെക്നോസ്റ്റിക്കിൻ്റെ പ്രോഡക്റ്റ് എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്? ടെക്നോസ്റ്റിക്കിന് 4 ടൈപ്പ് ഓഫ് അഡസീവാണ്. 2 പാർട്ട് എപ്പോക്സിയാണ്. പിന്നെ ഗ്ലാസ് എപ്പോക്സി ഉണ്ട്. ഗ്ലാസ് എപ്പോക്സി വാളും ഉണ്ട്, ഫ്ലോറും ഉണ്ട്. വാളിന് നമുക്ക് 100% ഗ്യാരണ്ടിയാണ്. ഒലിച്ചിറങ്ങാത്ത, മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല വാൾ 100% ഗ്യാരണ്ടി. 100% ഐറ്റംസ് നമുക്ക് ഫുള്ള് ഗിൽറ്റർ ഉണ്ട്, പിന്നെ പിഗ്മെൻറ്റ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ എപ്പോക്സിയിൽ തന്നെ പല കളറും 2 പാർട്ടിൽ തന്നെ 20 കളറോളം ഉണ്ട്. പിന്നെ 50ഓളം കളറുണ്ട് ഗ്ലാസ് എപ്പോക്സിയിൽ മൊത്തം മിക്സ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ജോയിൻറ്റ് ഫില്ലറാണ്. 1/2 കിലോൻ്റെയും 1 കിലോൻ്റെയും ഒറിജിനൽ സിൽക്ക ഫ്ലോർ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ജോയിൻറ്റ് ഫില്ലറാണ്. നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. അത് 26 കളറുണ്ട്. പിന്നെ ടൈൽ ക്ലീനർ, SBR, അങ്ങനത്തെ കുറേ ഐറ്റംസ് നമ്മൾ പ്രൊഡക്റ്റ് ഇറക്കുന്നത്. ഇപ്പോൾ പുതുതായിട്ട് ഇറങ്ങാൻ പോണതാണ് വാൾ ജെൽ എപ്പോക്സി. ഫുൾ ഗ്യാരണ്ടിയിൽ തന്നെ നമുക്ക് ഏത് വാളും എക്സ്റ്റീരിയൽ ഇൻറ്റീരിയൽ ഫുൾ ഗ്യാരണ്ടിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സ്റ്റാർട്ടിങ് പറഞ്ഞാൽ 315 ആണ്. 315 ഇത് 2x2 ടൈൽ ഒട്ടിക്കാനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ 325 ഇത് 4x2 ടൈല്. വാളിൽ 4x2 ടൈല് ഇൻറ്റീരിയൽ. പിന്നെ 335 എക്സ്റ്റീരിയലും ഇൻറ്റീരിയലും എത്ര വലിയ ടൈലും നാച്ചുറൽ സ്റ്റോൺ എത്ര കനുണ്ടെങ്കിലും അത്രയും ഗ്യാരണ്ടി തരുന്ന ഒരു പ്രൊഡക്റ്റാണ് 335. ഇത് നമ്മളെ സ്പെഷ്യൽ പ്രൊഡക്റ്റാണ് 339. ഇത് നമ്മൾ ബാത്റൂം സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. ബാത്റൂമിൽ നമ്മൾ വാട്ടർ പ്രൂഫ് ഒന്നും അടിക്കാതെ തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ലൈഫ് ടൈം ഗ്യാരണ്ടിയാണ്. ആ ബിൽഡിംഗ് ഉള്ളിടത്തോളം കാലം നമുക്ക് ഗ്യാരണ്ടിയാണത്. കടലാസ് അട്ടപ്പെട്ടിയിലടക്കം അടിച്ചിട്ടുണ്ടെങ്കിലും അത് വെള്ളം കടലാസ് പിടിക്കില്ല. അത്ര ഗ്യാരണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. വാട്ടർ പ്രൂഫ് ചെയ്യേണ്ട. വാട്ടർ പ്രൂഫ് ചെയ്താൽ എന്താ വെച്ചാൽ 1-2 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാട്ടർ പ്രൂഫ് ചെയ്ത സ്ഥലത്തു നിന്നൊക്കെ ടൈല് അടന്നു വന്നുകൊണ്ടിരിക്കും. അതേപോലെ 335 നല്ല പ്രൊഡക്റ്റാണ്. അതാണ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ഇപ്പോൾ നമ്മളെ മാർക്കറ്റിൽ 335 ആണ്. ഇതിൽ തന്നെ വൈറ്റും ഉണ്ട്. വൈറ്റും ഉണ്ട്, എല്ലാത്തിലും വൈറ്റും ഉണ്ട്. ഇത് 5 കിലോൻ്റെ മാറ്റ് എപ്പോക്സിയാണ്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ ബ്ലാക്കിഷ് നല്ല സ്മൂത്ത്നെസ് ആണ്, ഏരിയ കൂടുതൽ കിട്ടുന്നത്. ഇത് 150-200 സ്ക്വയർ ഫീറ്റ് 1 കിലോയിൽ. ഇത് 2 കിലോൻ്റെ മാറ്റ് എപ്പോക്സിയാണ്, ടെക്നോപോക്സി. ഇതിൽ തന്നെ 1 കിലോൻ്റെ ഉണ്ട്. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് 1/2 കിലോൻ്റെ മാറ്റ് എപ്പോക്സി ഇറക്കിയിട്ടുണ്ട്. ചെറിയൊരു ബാത്റൂമിനൊക്കെ 1/2 കിലോൻ്റെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതാണ് ഗ്ലാസ് എപ്പോക്സി. ഇത് 400 ഗ്രാമാണ്. 400 ഗ്രാമിൻ്റെ ഗ്ലാസ് എപ്പോക്സിയാണ്. പിഗ്മെൻറ്റ് ബ്ലാക്കാണ് എല്ലാവരും വരിക. പക്ഷേ നമുക്ക് ഏത് പിഗ്മെൻറ്റും ഗിൽറ്ററും വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. ഗിൽറ്റുകൾ നമുക്ക് ഇത്രയും ഐറ്റംസ് 20ഓളം ഐറ്റംസ് ഗിൽറ്റുകൾ അവൈലബിൾ ആണ്.
ആ വാൾ ജെൽ എപ്പോക്സി ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമുക്ക് സൈറ്റിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് തന്നെ പരീക്ഷിക്കാം. തീർച്ചയായിട്ടും ഫുൾ ഗ്യാരണ്ടിയിൽ നമുക്ക് നിങ്ങൾ തന്നെ പരീക്ഷിച്ച് നിങ്ങൾ തന്നെ വ്യൂവേഴ്സിന് ഉറപ്പ് കൊടുത്തോളൂ. അപ്പോൾ നമ്മൾ സൈറ്റിലെത്തിയിരിക്കുകയാണ് ടെക്നോസ്റ്റിക്കിൻ്റെ വാൾ ജെല്ല് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് ടെക്നോസ്റ്റിക്കിൻ്റെ ഒരു ടെക്നീഷ്യൻ സന്ദീപേട്ടനാണ്. സന്ദീപേട്ടാ ഒരു സന്ദീപേട്ടാ, അപ്പോൾ നമ്മൾ ടൈലൊക്കെ ഒട്ടിച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ടല്ലേ, അണ്ടർഫില്ലൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? അപ്പോൾ ഇത് റിനോവേറ്റ് ചെയ്തെടുത്ത ബാത്റൂമാണെന്ന് തോന്നുന്നല്ലേ? ഇതിപ്പോൾ ഇത് എന്ത് കമ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്? 339 അല്ലേ? ഓക്കെ, വാട്ടർ പ്രൂഫുള്ള ഗമ്മ് അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഇതിനകത്തുനിന്ന് നമ്മൾ വാൾ ജെല്ല് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു കൊടുക്കണം. സന്ദീപേട്ട അതിൻ്റെ മിക്സിംഗ് റേഷ്യോ ഇപ്പോൾ എങ്ങനെയാണ്? 2:1 ആണോ? 2:1 ആണ്. അത് എത്ര മിനിറ്റ് വരെ മിക്സ് ചെയ്യണം? ഒരു 5 മിനിറ്റ് വരെ മിക്സ് ചെയ്യാം. സന്ദീപേട്ട, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഏത് കളറാണ് ചെയ്യണേ? റെഡ് കളർ ആദ്യം അപ്ലൈ ചെയ്യാം. റെഡ് കളറല്ലേ? ഇപ്പോൾ ഗിൽറ്റ് ഇടുന്നതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല അല്ലേ? നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടല്ലേ? ഓക്കെ. മാസ്കിൻ ടേപ്പ് ഒട്ടിക്കേണ്ട ആവശ്യമുണ്ടോ ഇതിന്? സെമി മാറ്റ് ആയതുകൊണ്ട് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ഒലിച്ചു വന്നില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടല്ലോ, അതുകൊണ്ട് നമുക്കത് ചെയ്ത് കാണിച്ചു കൊടുക്കണം. താഴെ നിന്ന് മേളിലേക്കല്ലേ? ഓക്കെ. ഇതിപ്പോൾ നമുക്ക് ടൈലിൻ്റെ കറക്റ്റ് ലെവലിൽ തന്നെ കിട്ടില്ലേ ചെയ്ത് കഴിയുമ്പോൾ? സന്ദീപേട്ട, അപ്പോൾ നമ്മുടെ അടുത്ത് ഏത് കളർ? ബ്ലൂ ആണ് ചെയ്യണത്? അപ്പോൾ നമ്മുടെ റെഡ് കളർ ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, ഒലിച്ചു വരുന്നില്ല. അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ കഴിയുമ്പോൾ നോക്കാം, ഒലിച്ചു വരുമില്ലെന്ന് നോക്കാമല്ലോ. ഇപ്പോൾ കുഴപ്പമില്ല, അപ്ലൈ ചെയ്തിട്ട് ഒലിച്ചു വരുന്നൊന്നുമില്ല. നമുക്ക് ഏതായാലും ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം, എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ നോക്കാമല്ലോ. നമ്മൾ ടെക്നോസ്റ്റിക്കിൻ്റെ 339ൻ്റെ സ്ട്രെങ്ത്ത് നോക്കാനായിട്ട് നമ്മൾ വാളിൽ ഒട്ടിച്ച് കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ ബാത്റൂമിൽ നിന്നുള്ള ചെറിയ നനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വാട്ടർ പ്രൂഫ് ഗമ്മാണ് 339. അപ്പോൾ അത് വെച്ചൊന്ന് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ടെക്നോസ്റ്റിക്കിൻ്റെ സ്പെഷ്യൽ പ്രോഡക്റ്റായ 339 ആണിത്. ഇതിൻ്റെ സ്ട്രെങ്ത്ത് ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ്. നല്ല ഒരു പശപശപ്പൊക്കെ തോന്നുന്നുണ്ട്. നമ്മൾ പെയിൻ്റ് അടിച്ച വാളിലൊക്കെ ഇതേപോലെ ടൈൽ ഒട്ടിക്കുമ്പോൾ വാളിൽ നന്നായിട്ട് ഗം അപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യാനായിട്ട്. ടൈലയിൽ മാത്രം ചെയ്തിട്ട് ഒരിക്കലും ചെയ്യരുത്. നന്നായിട്ട് നല്ല ബോണ്ടിങ് കിട്ടണമെങ്കിൽ ഇതേപോലെ വാളയിലും ചെയ്യണം, ടൈലയിലും ട്രബിൾ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. റബ്ബർ ചിറ്റി ഉപയോഗിച്ചിട്ട് നമ്മൾ മുട്ടിയെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. നല്ല കറക്റ്റായിട്ട് തൂക്കൊക്കെ നോക്കി ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ വേണം വാള് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പറഞ്ഞു വരില്ല. ഇത് ഗമ്മ വാട്ടർ പ്രൂഫും കൂടെ ആയതുകൊണ്ട് ഒരിക്കലും ഈർപ്പത്തിൻ്റെ പ്രശ്നം അങ്ങനെയൊന്നും വരില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെറ്റിംഗ് ടൈം എത്ര ടൈം? അത് 24 hours സെറ്റിംഗ് ടൈം. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫ് ചെയ്യേണ്ട ആവശ്യമില്ല ബാത്റൂമിലാണെങ്കിൽ? ഇല്ല. നമ്മുടെ ഈ ഗം ഉപയോഗിക്കുന്നുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫ് മെയിനായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പൈസ ലാഭിക്കാം. അത് തന്നെയല്ല, നമ്മൾ വാളിൽ ഫുൾ ഹൈറ്റിലും ഇത് അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കാൻ പറ്റും. മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വാട്ടർ പ്രൂഫൊക്കെ അടിച്ചിട്ട് UK പ്രോഡക്റ്റായ വാട്ടർ പ്രൂഫൊക്കെ അടിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് കളയുമ്പോൾ വിട്ടു പോരാറുണ്ട്. അപ്പോൾ ഇത് വാട്ടർ പ്രൂഫ് ഇൻക്ലൂഡായിട്ട് വന്നുകൊണ്ട് നമുക്ക് ഇത് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ടൈല് ഒരു കാരണവശാലും വിട്ടുപോരില്ല. കമ്പനി 100% ഗ്യാരണ്ടി പറയുന്നുണ്ട് ഇതിന്. ഇതുപോലെ ഗ്യാരണ്ടി പറയുന്ന ഗമ്മുകൾ വളരെ ചുരുക്കമാണുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിതേ എന്താ സ്ട്രെങ്ത് ഉണ്ടെന്ന് നോക്കാനായിട്ടൊന്ന് പയ്യൊന്ന് പൊളിച്ച് നോക്കട്ടെ. ഞാൻ പോരോ നോക്കട്ടെ. പോരില്ല കേട്ടോ, അന്യായി പിടുത്ത ഒരു രക്ഷയില്ല, പോരില്ല. ഇത് നമുക്ക് രണ്ടാമത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പൊക്കി എടുക്കൽ മാത്രമേ നടക്കുള്ളൂ. എങ്കിലും 2-3 പേരെങ്കിലും വേണ്ടി വരുന്നത് എടുക്കണമെങ്കിൽ.
അമ്മാതിരി പിടുത്തം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളായിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ഒട്ടും തന്നെ ഒലിച്ച് വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. സന്ദീപേട്ട, അപ്പോൾ നമുക്കിത് മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചിട്ടും ചെയ്യാമല്ലേ? വർക്ക് കുറച്ചുകൂടി ഈസി ആവാനായിട്ട്. നമുക്ക് 2 രീതിയിൽ ചെയ്യാം. മാസ്കിൻ ടേപ്പ് ഒട്ടിച്ചിട്ട് ചെയ്യാം, അതേപോലെ തന്നെ ഒട്ടിക്കാതെ ചെയ്യാം. ഇപ്പോൾ മാസ്കിൻ ടേപ്പ് ഒട്ടിക്കുകയാണെങ്കിൽ എത്ര സമയം കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്യാം? ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാം. കയറി താമസമുള്ള വീടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് വർക്ക് തീർക്കാം അല്ലേ? മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ ടെക്നോപോക്സിയുടെ ഗ്ലാസ് ജെല്ലിൻ്റെ ഫൈനൽ റിസൾട്ടാണ് കാണുന്നത്. നല്ല അടിപൊളി ഗ്ലോസി ഫിനിഷിങ് തന്നെ, ഒട്ടും തന്നെ ഒലിച്ച് വരാണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പലരും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാറുണ്ട് ഗ്ലോസി ഫിനിഷിങ്ങിൽ വാളിൽ ചെയ്യാൻ പറ്റുന്ന അപ്പോക്സി ഉണ്ടോയെന്ന്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാവുന്നതാണ് ടെക്നോപോക്സിയുടെ ഗ്ലാസ് ജെൽ. അപ്പോൾ ഇത് നമുക്ക് വാളിലോ ഫ്ലോറിലോ എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ഗ്ലോസി ഫിനിഷിംഗ് ആയതുകൊണ്ട് ബാത്റൂമൊക്കെ നല്ല ഹൈജീനിക്കായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നതാണ്. ടെക്നോസ്റ്റിക്കിൻ്റെ 339 വാട്ടർ പ്രൂഫ് ഗം ഉപയോഗിച്ച് ചെയ്ത വാഷ് ബേസിൻ കൗണ്ടർ ടോപ്പാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ ഈ ബിൽഡിംഗ് ഉള്ളിടത്തോളം കാലം നമുക്ക് ഇതിലേക്ക് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം ഞാൻ പരീക്ഷിച്ച് നോക്കി, എല്ലാത്തിലും ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വാൾജെല്ല ഓക്കെ, വാൾജെല്ലായാലും ഒലിച്ചൊന്നും പോലില്ല, നല്ല ക്ലിയറാണ്. പിന്നെ നമ്മുടെ വാട്ടർ പ്രൂഫായ 339 ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളിയാണ്. മച്ചന്മാരെ, അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. എല്ലാ മച്ചന്മാർക്കും ഗുഡ് ബൈ.